ധാരണയിലെത്തും മുൻപ് ഏകപക്ഷീയമായ പ്രസ്താവനകൾ നടത്തുന്ന ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിൽ അതൃപ്തിയുമായി ഇറാൻ. യുറേനിയം ശേഖരം നശിപ്പിക്കുമെന്ന പ്രസ്താവനയാണ് രോഷത്തിന് കാരണം. മാന്യമായ പരിഹാരത്തിനെങ്കിൽ തയ്യാറാണെന്ന് ഇറാൻ പ്രസിഡന്റ് പറഞ്ഞു. ഹോർമൂസ് നിയന്ത്രിക്കാനുള്ള ഇറാന്റെ അതോറിറ്റിക്ക് അമേരിക്ക വിലക്കേർപ്പെടുത്തി. അതിനിടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയുടെ ഖബറടക്കത്തിന് ഇറാൻ ഒരുക്കങ്ങൾ തുടങ്ങി. ധാരണയിൽ ഉടൻ തീരുമാനമെന്ന രീതിയിലായിരുന്നു ഇന്നലെ ഡൊണാൾഡ് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റ്. പിന്നീട് തീരുമാനമൊന്നും ഇല്ല. ആണവ വിഷയം ഇപ്പോൾ ചർച്ചയിൽ ഇല്ലെന്നാണ് ഇറാന്റെ നിലപാട്. യുറേനിയം ശേഖരം ഇറാന്റെ സഹായത്തോടെ പിടിച്ചെടുത്ത് നശിപ്പിക്കുമെന്നും പ്രഖ്യാപിച്ചു. എല്ലാം വെറുതെ പറയുകയാണെന്ന് ഇറാൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. ആണവ വിഷയത്തിൽ ഇപ്പോൾ ചർച്ചയേയില്ലെന്ന് ഇറാൻ നേതാക്കളും പ്രതികരിച്ചു. ധാരണയ്ക്ക് തയ്യാറായില്ലെങ്കിൽ ആക്രമണം പുനരാരംഭിക്കുമെന്നാണ് അമേരിക്കൻ യുദ്ധകാര്യ സെക്രട്ടറി പീറ്റ് ഹെക്സെത്ത് പുറത്തിറക്കിയ പുതിയ പ്രസ്താവന. മാന്യമായ രീതിയിലാണെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറെന്ന് ഇറാൻ പ്രസിഡന്റ് പറഞ്ഞു. മധ്യസ്ഥരായി നിൽക്കുമ്പോഴും ഇറാന് എണ്ണ കയറ്റുമതിക്കുള്ള വഴികൾ തുറന്നിട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. ചൈനയിലേക്ക് റെയിൽ വഴിയുള്ള എണ്ണ കയറ്റുമതി ഇറാൻ 3 ഇരട്ടിയാക്കി. US നാവിക ഉപരോധവും ചർച്ചകളിലെ അമിത ആവശ്യവും ചൂണ്ടിക്കാട്ടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 3ാം തവണയും നയതന്ത്രത്തെ വഞ്ചിക്കുകയാണെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയുടെ ഉപദേശകൻ വെളിപ്പെടുത്തി. ഇറാനുമായി സാധ്യമായ സമാധാന കരാറിന്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യാൻ വൈറ്റ് ഹൌസിലെ സിറ്റുവേഷൻ റൂമിൽ യോഗം വിളിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ഉപദേശകന്റെ പ്രതികരണം. ഇറാൻ ഒരിക്കലും ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്ന കരാർ, ഹോർമൂസ് കടലൊടുക്ക് ഉപാധികളില്ലാതെ തുറന്നു നൽകൽ, കടലിലെ മൈനുകൾ പൂർണ്ണമായും നീക്കം ചെയ്യൽ എന്നിവയടക്കമുള്ള ഉപാധികളാണ് ട്രംപ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴിയാണ് ട്രംപ് ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടത്. ഹോർമൂസ് കടലിടുക്കിലൂടെ ഇരുദിശകളിലേക്കുമുള്ള കപ്പൽ ഗതാഗതം യാതൊരുവിധ നികുതിയും കൂടാതെ അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്നും അവശേഷിക്കുന്ന നാവിക മൈനുകൾ ഇറാൻ തന്നെ നിർവീര്യമാക്കണമെന്നുമാണ് ട്രംപിന്റെ ആവശ്യം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ എങ്ങും എത്താത്തതിനെ തുടർന്ന് ഹോർമൂസ് കടലൊടുക്ക് ഇപ്പോഴും ഭാഗികമായി അടഞ്ഞുകിടക്കുകയാണ്. ഈ മേഖലയിലെ നാവിക ഉപരോധം അന്താരാഷ്ട്ര ഊർജ്ജ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. സുരക്ഷാ ഭീഷണിയെ തുടർന്ന് നിലവിൽ ഈ പാതയിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾ തങ്ങളുടെ ലൊക്കേഷൻ വിവരങ്ങൾ പുറത്തുവിടാതിരിക്കാൻ ട്രാൻസ്പോണ്ടറുകൾ ഓഫാക്കിയാണ് യാത്ര ചെയ്യുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന് ഇടവേള നൽകി ഇറാൻ അമേരിക്ക ധാരണാപത്രം ഉടനുണ്ടാകുമെന്ന് റിപ്പോർട്ടുകളുമുണ്ട്. നാവിക ഉപരോധം ഉടൻ പിൻവലിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകൾക്കും മടങ്ങാം. അതേസമയം ധാരണാപത്രത്തിൽ ഇല്ലാത്ത വ്യവസ്ഥകൾ പ്രഖ്യാപിച്ച് കൃത്രിമ വിജയം അവകാശപ്പെടാൻ ട്രംപ് ഒരുങ്ങുകയാണ്. ആണവ ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കുമെന്ന് ധാരണാപത്രത്തിൽ എവിടെയും പറയുന്നില്ല. ലെബനനിലെ പൂർണ്ണ യുദ്ധവിരാമം, തടഞ്ഞുവെച്ച $12 ബില്യൺ സ്വത്തുക്കളുടെ കൈമാറ്റം എന്നിവ ധാരണാപത്രത്തിലുണ്ട്. ധാരണാപത്രത്തിൽ ഉൾപ്പെടുത്തിയ കാര്യങ്ങൾ നടപ്പിലാക്കിയില്ലെങ്കിൽ തുടർ ചർച്ചകളുമായി സഹകരിക്കില്ലെന്നും ഇറാൻ വ്യക്തമാക്കിയിരുന്നു. അമേരിക്കയുടെ ഉറപ്പുകളിലും വാക്കുകളിലും വിശ്വാസമില്ലെന്നും പ്രവർത്തനങ്ങളാണ് വേണ്ടതെന്നും ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗിർ ഗാലിബഫ് പറഞ്ഞു. ഏതൊരു കരാറിലെയും വിജയി എന്നത് തൊട്ടു പിന്നാലെ വരുന്ന യുദ്ധത്തിനായി കൂടുതൽ സജ്ജമായിരിക്കുന്നവരാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പിന്നാലെ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം കൈവിടില്ലെന്ന് ഇറാനും വ്യക്തമാക്കി. ഇറാന്റെ നടപടി നിയമപരവും അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതവുമെന്ന് UN-ലെ ഇറാൻ സ്ഥാനപതി പറഞ്ഞു. പശ്ചിമേഷ്യയിൽ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സംഘർഷ സാഹചര്യം കനക്കുന്നതിനിടെയാണ് ഹോർമൂസിൽ പിന്നോട്ടില്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനിടെ ഒമാന് മുന്നറിയിപ്പുമായി US ട്രഷറി വകുപ്പ് രംഗത്തെത്തി. ഹോർമൂസിൽ ചുങ്കം ഏർപ്പെടുത്താനുള്ള ഇറാന്റെ നീക്കത്തെ പ്രത്യക്ഷമായോ പരോക്ഷമായോ പിന്തുണക്കാൻ പാടില്ല. ചുങ്കം ഏർപ്പെടുത്തുന്നതിനെ സഹായിക്കുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും എതിരെ നടപടി സ്വീകരിക്കുമെന്നും US മുന്നറിയിപ്പ് നൽകി. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസുമായുള്ള ബന്ധം വിച്ഛേദിച്ചതായി UN-ലെ ഇസ്രയേൽ സ്ഥാനപതി പറഞ്ഞു. സംഘർഷ മേഖലയിൽ നടത്തുന്ന ലൈംഗിക കുറ്റകൃത്യങ്ങൾ കണക്കിലെടുത്താണ് ഇസ്രയേലിനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള UN നടപടി പ്രകോപനമായത്. ലൈംഗികാതിക്രമം, യുദ്ധം ആയുധമായി ഇസ്രയേൽ ഉപയോഗിക്കുന്നതായും UN കുറ്റപ്പെടുത്തിയിരുന്നു. ഇറാന് നേരെ വീണ്ടും US ആക്രമണം നടത്തുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് ആക്രമണം നടന്നത്. ആക്രമണത്തിനെതിരെ ഇറാനും തിരിച്ചടിച്ചു. ചർച്ച നല്ല നിലയിൽ പുരോഗമിക്കുന്നതായ റിപ്പോർട്ടുകൾക്കിടയിലും നിലപാട് കടുപ്പിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമൂസ് പൂർണ്ണമായും തുറക്കണമെന്നും ആർക്കും അതിന്റെ നിയന്ത്രണം അനുവദിക്കില്ലെന്നും ട്രംപ് പറഞ്ഞിരുന്നു. സമ്പുഷ്ടീകരിച്ച യുറേനിയം വിട്ടുകിട്ടാതെ ഇറാന്റെ സ്വത്തുക്കൾ കൈമാറില്ലെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ധാരണാപത്രം സംബന്ധിച്ച് ഇറാൻ അനുകൂല മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതവും വ്യാജവുമെന്ന് വൈറ്റ് ഹൌസും കുറ്റപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.